സിറാജ് ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യർക്കൊപ്പം എന്ന അതിമഹത്തരമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഈ കഴിഞ്ഞ ജനുവരി 1 കാസർകോട്ടിൽ നിന്ന് തുടങ്ങിയ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലത്തിന്റെ മണ്ണിലാണ്. നമുക്കറിയാം, കശുവണ്ടിത്തോട്ടങ്ങളുടെ നാട്, അതുപോലെ തന്നെ തീരദേശ മണ്ണ്, ഒരുപാട് ചരിത്രങ്ങളും പാരമ്പര്യവും ഇറങ്ങുന്ന കൊല്ലത്തിന്റെ മണ്ണിലേക്കാണ് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി കാന്തപുരം ഉസ്താദ് കടന്നു വരുന്നത്. ആവേശത്തിലാണ് കൊല്ലം. നമുക്ക് പിന്നിൽ ഇതാ റാലി, അതിഗംഭീരമായ റാലി ഈ കൊല്ലത്തിന്റെ തെരുവീതികളിലൂടെ നടന്നു നീങ്ങുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന മഹാസന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് തുടക്കം കുറിച്ച മഹാപ്രവാഹം ഇതാ കൊല്ലത്തിന്റെ മഹാനഗരത്തിലൂടെ കടന്നു പോവുകയാണ്. മനുഷ്യർക്കൊപ്പം എന്നാൽ ദുർബലർക്കൊപ്പം, സ്ത്രീകൾക്കൊപ്പം, കുട്ടികൾക്കൊപ്പം, അരക്ഷിതർക്കൊപ്പം, അഭയാർത്ഥികൾക്കൊപ്പം എന്ന വലിയ അർത്ഥത്തിൽ വലിയ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മഹാപ്രവാഹമാണിത്. ഈ പ്രവാഹത്തിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തിയ ആയിരങ്ങൾ ഈ മഹാപ്രവാഹത്തിൽ അണിനിരക്കുകയാണ്. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ട് കാരുണ്യത്തിന്റെ ലോകം തീർത്ത മഹാപണ്ഡിതൻ ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതാ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. ആർക്കും താങ്ങില്ലാത്ത ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം തണലായി മാറി. മർക്കസിന്റെ ഓരോ മൽത്തരിയും വിളിച്ചു പറയുന്നത് ആ കാരുണ്യത്തിന്റെ കഥകളാണ്. അനാഥന്റെ കണ്ണീരൊപ്പാനും ആതുര സേവനത്തിന്റെ പുത്തൻ മാതൃകകൾ തീർക്കാനും ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാമനീഷി. സ്നേഹത്തിന്റെ മറ്റൊരു പേരായി ഇന്ന് കേരളത്തിന്റെ രാജവീഥികളെ ധന്യമാക്കുകയാണ്. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന 3ാം കേരള യാത്രയുടെ വാഹന വ്യൂഹങ്ങളാണ് ഇപ്പോൾ കൊല്ലത്തിന്റെ തെരുവീഥികളെ പ്രകമ്പനം കൊള്ളിച്ച് കടന്നു പോകുന്നത്. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണെങ്ങോ പ്രഹരം കൊള്ളുവതെന്റെ പുറത്താകുന്നു എന്ന വാക്യം ഉൾക്കൊണ്ടുകൊണ്ട്, ആ മഹാകാവ്യവാക്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്, എവിടെ മനുഷ്യന് ചങ്ങല കൈകളിൽ, എവിടെ മനുഷ്യന് പ്രഹരമേൽക്കുന്നുവോ ആ മനുഷ്യൻ്റെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട്, ആ മനുഷ്യൻ്റെ ഒപ്പം നിലയുറപ്പിച്ചുകൊണ്ട് ഇതാ മഹാപ്രവാഹം, മനുഷ്യത്വത്തെ തേടിയുള്ള മഹാപ്രവാഹം ഇതാ കൊല്ലം നഗരത്തിലെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. മനുഷ്യർക്കൊപ്പം നിലകൊള്ളുക എന്നാൽ എല്ലാ വിഭാഗം മനുഷ്യർക്കൊപ്പം നിലകൊള്ളുകയാണ്. അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്കൊപ്പം നിലകൊള്ളുകയാണ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള നിലകൊള്ളലാണ്. ഗാസയിലെയും ലോകത്തെമ്പാടും കൊല ചെയ്യപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, അധികാര പ്രമത്തതയുടെ അടിമകളായി തീർന്ന മനുഷ്യർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി അവരോടൊപ്പം നിലയുറപ്പിക്കുന്ന മഹാപ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിൽ ആയിരങ്ങൾ അണിനിരക്കുകയാണ്. കേരളത്തിന്റെ തെരുവീതികളിലൂടെ അണിനിരന്ന ആയിരങ്ങൾ കടന്നു പോവുകയാണ്. അതെ, കാരുണ്യം എന്തെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത, മനുഷ്യത്വം എന്തെന്ന് ലോകത്തിന് വരച്ചു കാണിച്ചു കൊടുത്ത ഒരു മഹാപണ്ഡിതൻ നടത്തുന്ന പ്രയത്നമാണിത്. കേരളത്തിന്റെ മണ്ണിലൂടെ അങ്ങ് കാസർകോട്ട് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ നീളുന്ന കേരള യാത്രയാണ് അതിന്റെ അവസാന മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നത്. ഇന്ന് കൊല്ലം ജില്ലയിലൂടെയാണ് കേരള യാത്ര പര്യടനം നടത്തുന്നത്. നാളെ കേരള യാത്ര തലസ്ഥാന നഗരിയിൽ സമാപിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന മഹാസന്ദേശത്തിന്റെ അർത്ഥം രാജ്യം കാത്തുസൂക്ഷിക്കേണ്ട ഭരണഘടന ചവിട്ടിമെതിക്കുന്ന ശക്തികൾക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ ശബ്ദമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മാനവികത, മനുഷ്യത്വം, ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ ഉന്നതമായ മൂല്യങ്ങൾ ചവിട്ടിമെതിക്കുന്ന ശക്തികൾക്കെതിരായ ശബ്ദമാണ്. ആ ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ മഹാപ്രവാഹം കേരളത്തിന്റെ തെരുവീഥികളിലൂടെ കടന്നു വരുന്നത്. ഈ പ്രവാഹത്തിൽ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള മനുഷ്യർ അണിനിരക്കുകയാണ്. അവർക്ക് പ്രതീക്ഷയും അവരുടെ പ്രതീക്ഷയെ ജ്വലിപ്പിക്കുന്നതാണ് ഈ മഹാപ്രവാഹം. അവരുടെ കാത്തിരിപ്പിന്റെ ശബ്ദമാണിത്. കാന്തപുരം ഉസ്താദിന്റെ കൈകൾക്ക് ശക്തി പകരാൻ ആയിരങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഈ തെരുവീഥിയിലേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ട ഈ മഹാപ്രവാഹം എല്ലാ ജില്ലകളിലൂടെയും കടന്ന് ഇപ്പോഴിതാ ദേശിക നാടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു പോവുകയാണ്.
സ്വന്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തവരാണ്. പണ്ഡിതരെന്നാൽ പുസ്തകങ്ങളിൽ ഒതുങ്ങുന്നവരല്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു കാന്തപുരം ഉസ്താദ്. നിങ്ങൾക്കറിയില്ലേ, യമനിലെ ജയിലറയിൽ തൂക്കുകയർ കാത്തുനിന്ന നിമിഷപ്രിയയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? മരണത്തിന്റെ തൊട്ടുമുന്നിൽ വെച്ചാണ് കാന്തപുരം ഉസ്താദിന്റെ അടുത്തേക്ക് നിമിഷപ്രിയ വിഷയം എത്തുന്നത്. എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടിടത്ത്, നയതന്ത്ര ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരു രാജ്യത്ത്, അവിടെയാണ് നിമിഷപ്രിയയുടെ കേസിൽ കാന്തപുരം ഉസ്താദിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഫലം കാണുന്നത്. മണിക്കൂറുകൾ കൊണ്ട് വധശിക്ഷ മാറ്റിവെക്കാൻ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിന് സാധിച്ചുവെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്ന കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വെക്കുന്ന ഈ പ്രമേയം, കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന ഈ പ്രമേയം, അത് എത്രമാത്രം അർഹതയുള്ളതാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. കാസർഗോഡ് മുതൽ ഇങ്ങ് കൊല്ലത്തേക്ക് യാത്രയെത്തുമ്പോൾ ഓരോ കേന്ദ്രങ്ങളിലും സംസാരിച്ചത് ജാതി മതഭേദമന്യേ നൂറുകണക്കിന് പ്രമുഖരാണ്. അവരൊക്കെയും പ്രകീർത്തിച്ചത് കാന്തപുരം ഉസ്താദിന്റെ മനുഷ്യ സ്നേഹത്തെ കുറിച്ചാണ്. മാനവർക്ക് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി ഒരു പണ്ഡിതൻ നടത്തുന്ന മഹായജ്ഞമാണ് ഈ കൊല്ലത്തിന്റെ നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ച് കടന്നു പോകുന്നത്. നാടിലാകെ നിരവധിയായ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്, ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട്, അവരുടെ വികസന ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ വലിയ നിവേദനങ്ങളാക്കി മാറ്റിക്കൊണ്ട് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന മഹാസമാപന സമ്മേളനത്തിൽ ഈ ആവശ്യങ്ങളെല്ലാം ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന മഹാലക്ഷ്യത്തോടു കൂടിയാണ് ജനങ്ങളിൽ നിന്ന് നിരവധിയായ പരാതികൾ, നിരവധിയായ വികസന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഏറ്റവും മാനുഷികമായ മുഖമുള്ള ഒരു മഹാപ്രവാഹമാണ് ഈ ജാഥ എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായ പ്രശ്നങ്ങളുമായി എത്രയോ ജനങ്ങൾ ഈ യാത്രക്കിടയിൽ ഉസ്താദിനെയും അതുപോലെ തന്നെ നേതാക്കളെയും സന്ദർശിക്കുകയും അവരുടെ വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ പൂവണിയുമെന്ന വലിയ പ്രതീക്ഷയാണുള്ളത്. കേരളത്തിന്റെ ഭാവി കേരളത്തിന്റെ വലിയ സ്വപ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മഹാപ്രവാഹം കടന്നു വരുന്നത്. അതിൽ ജാതിയില്ല, മതമില്ല, മനുഷ്യനെന്ന ഒരേ ഒരു ചിന്ത മാത്രമാണ് ഈ മഹാപ്രവാഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അത് ലോകത്തെമ്പാടുമുള്ള മനുഷ്യരോടുള്ള ഐക്യദാർഢ്യമാണ്. ആ ഐക്യദാർഢ്യത്തിന് പിന്നിൽ ആയിരങ്ങളാണ് അണിനിരക്കുന്നത്. മനുഷ്യർക്കൊപ്പം എത്ര ലളിതമെങ്കിലും എത്ര വലിയ ആഴമുള്ള മുദ്രാവാക്യമാണത്. മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വെട്ടിമുറുക്കുമ്പോൾ അവർക്കിടയിൽ സ്നേഹത്തിന്റെ പാലമിടുകയാണ് ഈ കേരള യാത്ര. ഭിന്നതകളല്ല, വൈവിധ്യങ്ങളാണ് നമ്മുടെ കരുത്തെന്നും ഓരോ മനുഷ്യനും തുല്യനാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ഈ കേരള യാത്ര. ഈ പ്രയാണം അവസാനിക്കുന്നത് ഒരു മൈതാനിയിലല്ല, മറിച്ച് ഓരോ മലയാളിയുടെയും ഹൃദയങ്ങളിലേക്കാണ്. വിദ്വേഷത്തിന്റെ മതിലുകൾ തകർത്ത് ഒന്നിച്ചൊന്നായി മുന്നേറാം. കൊല്ലത്തിന്റെ തെരുവീഥികളിൽ ഉസ്താദിന് അഭിവാദ്യം അർപ്പിക്കാൻ ഇതാ വലിയ ജനാവലി കാത്തു നിൽക്കുന്നു. ഇങ്ങനെ കാസർഗോഡ് നിന്ന് തുടങ്ങി ഓരോ ജില്ല പിന്നിടുമ്പോഴും കേരള യാത്ര വലുതായി വരികയായിരുന്നു. മനുഷ്യർക്കൊപ്പം എന്ന രാഷ്ട്രീയം, മനുഷ്യർക്കൊപ്പമാണെന്ന മുദ്രാവാക്യം അത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഉസ്താദ് നടത്തുന്ന മഹാപ്രയാണമാണിപ്പോൾ കൊല്ലത്തിന്റെ തെരുവീഥികളിലൂടെ കടന്നു പോകുന്നത്. അനുഭവങ്ങളും പങ്കുവെക്കുകയും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയുമാണ് ഈ സുന്നി ആദർശ മുന്നേറ്റം. നമ്മൾ മുമ്പോട്ടു നന്മ തെളിക്കവേ മുന്നോട്ട് പാഞ്ഞു തിന്മയെല്ലാം. നമ്മൾ മുമ്പോട്ട് പ്രിയപ്പെട്ടവരെ, കടൽ കടന്ന് യമനിലെ ജയിലറയിൽ വധശിക്ഷ കാത്തുനിന്ന നിമിഷപ്രിയ എന്ന മലയാളി സഹോദരിയുടെ ജീവന് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ ആശ്വാസത്തിന്റെ കരങ്ങളുമായി മുന്നോട്ട് വന്നത് ശൈഖുന കാന്തപുരം ഉസ്താദായിരുന്നു. കേന്ദ്ര സർക്കാരിന് പോലും പരിമിതികളുള്ള സാഹചര്യത്തിൽ യമനിലെ പണ്ഡിതരുമായുള്ള തന്റെ ദശാബ്ദങ്ങളുടെ ആത്മബന്ധം അദ്ദേഹം ഉപയോഗിച്ചു. ഷെയ്ഖ് ഹബീബ് ബിൻ ഉമർ ഹാഫിസിനെ പോലെ വിശ്വപ്രസിദ്ധ പണ്ഡിതരുമായി അദ്ദേഹം നടത്തിയ നിരന്തര ചർച്ചകളാണ് വധശിക്ഷ തടയാൻ കാരണമായത്. ജാതിയോ മതമോ നോക്കാതെ മനുഷ്യൻ ആ എന്നൊറ്റ പരിഗണനയെ അദ്ദേഹം നടത്തിയ ആ ഇടപെടൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടതാണ്. കായലിന്റെയും കശുവണ്ടിയുടെയും നാട് ഈ മഹാപ്രവാഹത്തിന് പിന്നിൽ അണിനിരക്കുകയാണ്. ആയിരങ്ങൾക്ക് പ്രതീക്ഷയും ആയിരങ്ങൾക്ക് നാളത്തെ നാടിന്റെ പ്രതീക്ഷ പകരുന്ന ഈ മഹാപ്രവാഹത്തിലേക്ക്
ഈ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെമ്പാടുമുള്ള ആയിരങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ മഹാപ്രവാഹത്തിന് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. അവർക്ക് പ്രതീക്ഷയുണ്ട്. അവർ നാളത്തെ നാടിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയോടെയാണ് ഈ മഹാപ്രവാഹത്തിൽ അണിനിരക്കുന്നത്. ഇവിടെ ഒരു വകഭേദവുമില്ലാതെ മനുഷ്യർ എന്ന ഒറ്റ ചിന്തയിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കൊല്ലത്തെ മനോഹരമായ തീരപ്രദേശത്തുകൂടി ഉസ്താദിന്റെ കേരള യാത്ര കടന്നു പോവുകയാണ്. ഉസ്താദ് ഇതാ ഈ യാത്രയിൽ നമുക്കൊപ്പം ചേരുന്നു. ഉസ്താദ്, കേരള യാത്ര നാളെ സമാപിക്കുകയാണ്. എന്തൊക്കെയാണ് കേരള യാത്രയുടെ അനുഭവങ്ങൾ? കേരള യാത്ര വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ജനങ്ങൾ എല്ലാം മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ തലങ്ങളിലും തടിച്ചു കൂടുന്ന ജനങ്ങളുടെ ആവേശം ഈ കേരള യാത്ര കൊണ്ട് ഇവിടെ ഭരണരംഗത്തും മറ്റ് എല്ലാ രംഗങ്ങളിലും വ്യത്യാസമുണ്ടാകാനും അഭിവൃദ്ധി ഉണ്ടാവാനും കാരണമാവും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ അവിടെയുള്ള പ്രാദേശിക വിവരങ്ങൾ അന്വേഷിക്കുകയും അവ എഴുതി വെച്ച് റിപ്പോർട്ടാക്കി ഗവൺമെന്റിന് കൊടുക്കുകയും ചെയ്യുന്നു. കേരള ഗവൺമെന്റിന് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുന്നു, കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടത് കേന്ദ്രത്തിന് അയക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെന്ന ഈ വിവരം ജനങ്ങൾ അറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഉള്ളത്. അതാണ് ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മനുഷ്യർക്ക് വേണ്ടിയുള്ള യാത്രയാണിത്. മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് ഈ യാത്ര ചർച്ച ചെയ്യുന്നത്. ഈ യാത്രയിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ ഓരോ ജില്ലയിലേക്ക് യാത്ര കടന്നു പോകുമ്പോഴും അവിടുത്തെ 100 പ്രശ്നങ്ങൾ ഉസ്താദിന് മുന്നിൽ എത്തുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഉസ്താദ് അത് തിരുവനന്തപുരത്ത് നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു മമാറാണ്ടമായി സമർപ്പിക്കുമെന്നാണ് ഉസ്താദ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അതെ, കേരള യാത്രയുടെ ആവേശം ഇതാ കൊല്ലത്തിന്റെ മണൽപ്പരപ്പുകളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. മനിതനായി പാടുന്നു മൈത്രി ശാന്തമൊഴുകും താളം. മനിതനായി പാടുന്നു മൈത്രി ശാന്തമൊഴുകും താളം. മാനസേ ശുഭ സഞ്ചാരം. അങ്ങനെ ഇതാ കൊല്ലത്തിന്റെ മണ്ണിലൂടെ കേരള യാത്ര കടന്നു പോകുമ്പോൾ യാത്രാ ഉപനായകൻ ഖലീൽ തങ്ങൾ ഉസ്താദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഉസ്താദെ, വളരെ ആവേശമായിട്ട് ഈ യാത്ര ഇങ്ങനെ കൊല്ലത്തെത്തി നിൽക്കുന്നു. നാളെ കേരള യാത്രയുടെ സമാപനമാണ്. എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? 1930 വരെയും കേരളത്തിലെ ഏക എയർപോർട്ട് കൊല്ലം ആശ്രം മൈതാനിയിലായിരുന്നു. ആ ആശ്രം മൈതാനി 1932 തിരുവനന്തപുരം എയർപോർട്ട് വന്നതിൻ്റെ ശേഷമാണ് അത് ഒഴിവായത്. ആ ആശ്രം മൈതാനിയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഞങ്ങൾ ആലോചിക്കുന്നത് ഇന്ന് ഇത്രമാത്രം വിപുലമാണെങ്കിൽ നാളെ തിരുവനന്തപുരം എന്തായിരിക്കും എന്നാണ്. ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വമ്പിച്ച ജനപ്രവാഹം, ഒരൊറ്റ ട്രെയിനും ഒരൊറ്റ ബസ്സും കിട്ടാനില്ല. എല്ലാ കുഗ്രാമങ്ങളിലും ബസ്സുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രായം ചെന്നവരും വെള്ളിയാഴ്ച ജുമ ആയതുകൊണ്ട് തന്നെ നേരത്തെ എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇന്ന് യോഗം ചേർന്ന് എങ്ങനെയാണ് ഇവരൊക്കെയും സ്വീകരിക്കേണ്ടത്, സൗകര്യമൊരുക്കേണ്ടത്. ഞങ്ങൾ യാത്രയ്ക്ക് മുമ്പ് തീരുമാനിച്ചിരുന്നത് കേവലം 6500ഓളം വരുന്ന CG അംഗങ്ങളുടെ പരേഡ് മാത്രമായിരുന്നു. പല വേദികളിലും വിനീതൻ പ്രസംഗിച്ചിരുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയിൽ ലക്ഷങ്ങൾ നിരത്തിക്കൊണ്ടല്ല ആഘോഷിക്കാറുള്ളത്, മിലിറ്ററിയുടെ പരേഡ് കൊണ്ടാണ് എന്ന പോലെ ഇത്തവണ വലിയൊരു സമാപനം ജനക്കൂട്ടം വേണ്ടെന്ന് തീരുമാനിച്ചും ഞങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് ജനമനസ്സുകൾ, അത് ജാതി മതഭേദമന്യേ ഞങ്ങൾ 17 സ്ഥലങ്ങൾ 16 സ്ഥലത്തെത്തിയപ്പോഴും അതാത് നാട്ടിലെ പൗരപ്രധാനികൾ, പ്രമുഖർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, സ്വാമിജിമാർ, പാതിരിമാർ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു രംഗം ഈ ആയുഷ്കാലത്തിനുള്ള ഇത്രയും ഐക്യവും ഒത്തൊരുമയും ഉണ്ടാക്കാൻ സാധിച്ച ഒന്ന് ഈ മഹാനായ ഇന്ത്യൻ ഖാൻ മുഫ്തി ഷെയ്ഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്രയാണ്. ഈ കേരള യാത്ര
കുട്ടികളുടെ ഹൃദയങ്ങളിൽ കുട്ടിക്കാലങ്ങളെ കല്ലിൽ കൊത്തിവെക്കുന്ന പോലെ മനുഷ്യർക്കൊപ്പം ഇനി അത് മായ്ച്ചു കളയാൻ ആർക്കും കഴിയില്ല. വല്ല വിഭാഗീയതയും വർഗീയതയുമുള്ളവർ അതിനെ മങ്ങലേറ്റ് അത് പോഴി എല്ലാവരും മനുഷ്യർക്കൊപ്പമായി മാറ്റുന്ന എന്ത് 100 സമ്മേളനം നടത്തിയാലും ചെയ്യാത്ത അത്രയും വലിയ ഫലമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്. ഇത് ചരിത്രത്തിൽ എന്നും തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. ഇതിൻ്റെ ഭരണകൂടം ഞങ്ങൾക്ക് നൽകുന്നത്, പ്രത്യേകിച്ച് ഞങ്ങളുടെ വളണ്ടിയർമാർ, യാത്രാംഗങ്ങൾ, ഞങ്ങളുടെ മെഡിക്കൽ വിങ്, അതുപോലെ തന്നെ സിറാജ് ലൈവ്, ഞങ്ങൾ ഈ വിഷയത്തിൽ നന്നായി സഹകരിച്ചിട്ട് സെയ്ദ് ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ഷബീബ് ആദ്യം തൊട്ട് ഇന്നേ വരെയും അവർ വിശ്രമമില്ലാത്ത, അതുപോലെ തന്നെ മീഡിയ ടീം, കണ്ടൻ്റ് എടുക്കുന്നവരും എഡിറ്റിംഗ് ചെയ്യുന്നവരും അത് ലൈവാക്കുന്നവരും അത് അപ്പോൾ പുറം ലോകത്തേക്ക് എത്തിച്ചേരുന്നവർ എങ്ങനെത് നടന്നു എന്ന് ഇത് ഞങ്ങളാരെയും ഈവൻ്റ് ടീമിനെ ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആർക്കും ഇതിന് ഇതെല്ലാം സേവന മനസ്സോടുകൂടെയാണ് ചെയ്യുന്നത് എന്നതാണ് ഇത് ഏറ്റവും വലിയ പ്രാധാന്യം. ഇൻഷാ അല്ലാഹ് നാളെ കേവലം ഒരു കൂടിപ്പിരിയലല്ല, 17 സ്ഥലങ്ങളിലെയും അതാത് നാടുകളിലെ ഏറ്റവും അതിപ്രധാനമായ വിഷയങ്ങൾ ഞങ്ങൾ ജനപ്രതിനിധികളിൽ നിന്ന്, വ്യാപാര വ്യവസായ പ്രമുഖരിൽ നിന്ന് സ്നേഹവിരുന്നിലൂടെ ക്രോഡീകരിച്ച് അതാത് സ്ഥലങ്ങൾ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ അതെല്ലാം വിശദീകരിച്ച് നാളെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ ഇതെല്ലാം സമർപ്പിക്കുന്നതാണ്. അതാണ് ഉസ്താദ് പറഞ്ഞ മനുഷ്യത്വം എങ്ങനെയാണ് സംഘടന മുന്നോട്ട് വെക്കുന്നത്. ഉസ്താദ് പറഞ്ഞു, പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല അതിനുള്ള പരിഹാരം കൂടി നിർദ്ദേശിച്ചുകൊണ്ടാണ് കേരള യാത്ര കടന്നു പോകുന്നത്. അതെ, മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തുക മാത്രമല്ല, ആ മുദ്രാവാക്യത്തിൻ്റെ അന്തസത്ത പാലിച്ചുകൊണ്ട് ഓരോ നാട്ടിലെത്തുമ്പോഴും ഓരോ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചാണ് കേരള യാത്ര പോകുന്നത്. അതോടൊപ്പം തന്നെ കേരള യാത്ര മനുഷ്യ ഐക്യത്തിൻ്റെ തന്നെ ചിത്രമായി മാറുകയായിരുന്നു. ഇപ്പോൾ കേരള യാത്ര ഉപനായകനായ പേരോട് ഉസ്താദ് ഈ യാത്രക്കിടയിൽ റാലിക്കിടയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ഉസ്താദെ, കേരള യാത്ര എന്ന് പറയുമ്പോൾ സാധാരണ യാത്രയിൽ നിന്ന് വലിയ വ്യത്യാസമായി തോന്നുന്നത് എല്ലാവരും ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യാത്രയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഉസ്താദിന് എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത്? ഞങ്ങളുടെ ഈ യാത്രയിൽ തുടക്കം മുതൽ ഇതേവരെ ഒരിക്കലും ആരും മാറി നിൽക്കാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഞങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതാണ് കാണുന്നത്. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥയെ അഭിനന്ദിക്കാത്ത, അതിനെ അഭിവാദ്യം ചെയ്യാത്ത ആരും കേരളത്തിൽ ഇല്ല എന്നതാണ് ശരി. ഇപ്പോൾ കൊല്ലത്തെത്തിയപ്പോഴും വളരെ വിസ്മയകരമായ രൂപത്തിലുള്ള അഭിവാദ്യങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നതും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇങ്ങനെ ഒരു സംഭവം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ് ശരി. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നൊരു കേരള യാത്ര അത് കേരളത്തിൽ ഇന്നേ വരെ ആരും നടത്തിയതായി നമ്മളറിവിൽ ഇല്ല. ആരെങ്കിലും ഒരാളൊരു എതിരായി ഒരഭിപ്രായം പറയാത്തതോ അല്ലെങ്കിൽ പ്രതികൂലിക്കാത്തതോ ആയ ഒരു കേരള യാത്ര കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരത്തെ ഉസ്താദ് അവറുകൾ നടത്തിയ യാത്രകൾ അതിനേക്കാൾ ഒന്നുകൂടി വിപുലമായി ആരും ബാക്കിയില്ലാത്ത രൂപത്തിൽ എല്ലാവരും ഇതിൽ പങ്കുചേരുകയാണ് ഉണ്ടായത്. അതാണ് ഉസ്താദ് പറഞ്ഞത്, എല്ലാ മനുഷ്യരും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു യാത്ര. അത് പക്ഷേ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നടത്താൻ കഴിയില്ല, വേറെ ഏതെങ്കിലും കക്ഷികൾക്ക് നടത്താൻ കഴിയില്ല. അത് നടത്താൻ കഴിയുന്ന ഒരേ ഒരാളുണ്ട്, അത് കാന്തപുരം ഉസ്താദാണ്. ആ ഉസ്താദ് നടത്തിയ 3ാമത്തെ കേരള യാത്ര, അതുകൂടാതെ കർണാടകയിലെ മനുഷ്യരുടെ മനസ്സറിയാൻ വേണ്ടി കർണാടകയിലൂടെ നടത്തിയ കർണാടക യാത്ര, അങ്ങനെ ഉസ്താദിൻ്റെ ഓരോ നിമിഷവും ചരിത്രത്തിൽ പുതിയ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്താണ് മുന്നോട്ട് പോകുന്നത്. ഇതാ കൊല്ലത്തെ സ്വീകരണ വേദിക്കടുത്തേക്ക് യാത്രയെടുക്കുമ്പോൾ ഉസ്താദിന്റെ വാഹന വ്യൂഹത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ പുരുഷാരമുണ്ടല്ലോ, അവരാണ് കാന്തപുരം ഉസ്താദിന്റെ കരുത്ത്, അവരാണ് ഈ നാടിന്റെ കരുത്ത്. അവര് മുന്നോട്ട് വെക്കുന്ന ഈ ആദർശമുണ്ടല്ലോ, മനുഷ്യർക്കൊപ്പം വന്ന രാഷ്ട്രീയമുണ്ടല്ലോ, അതാണ് നമുക്ക് കരുത്തായി മാറുന്നത്. അതെ, കേരള യാത്ര ഓരോ ജില്ലകൾ പിന്നിടുമ്പോഴും ആവേശം അതിരട്ടിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കാന്തപുരം ഉസ്താദിനൊപ്പം അണിനിരക്കുന്ന ഈ മഹാപ്രവാഹം ലോകത്തെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രവാഹമാണ്, അവരോട് ഐക്യപ്പെടുന്ന പ്രവാഹമാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള പ്രവാഹമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള പ്രവാഹമാണ്.
ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ശബ്ദമാണ് ഈ ഉയരുന്നത്. കാന്തപുരം ഉസ്താദിനോട് കാണിക്കുന്ന ഈ പിന്തുണ, കാന്തപുരം ഉസ്താദിന് പിന്നിൽ അണിനിരക്കുന്ന ഈ പിന്തുണ ഇന്ത്യയുടെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാനുള്ള, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള മഹാപ്രവാഹമാണ്. നോക്കൂ, കാന്തപുരം ഉസ്താദ് നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് വെറും വാക്കുകളല്ല, മറിച്ച് ജീവനുള്ള കാരുണ്യമാണ്. ബിഷപ്രിയയുടെ അമ്മയുടെയും മകളുടെയും കണ്ണീരൊപ്പാൻ യമനിലെ ഗോത്രത്തലവന്മാരുമായും പണ്ഡിതന്മാരുമായും അദ്ദേഹം നടത്തിയ ചർച്ചകൾ ഫലം കണ്ടപ്പോ അത് മാനവികതയുടെ വിജയമായി മാറി. ഇസ്ലാം ഈസ് എ റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് ലോകത്തോട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരു മലയാളി പെൺകുട്ടിയുടെ മരണത്തിന്റെ നിഴലിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയ പ്രയത്നം മനുഷ്യർക്കൊപ്പം എന്ന ഉദാവാക്യത്തിന് ജീവനേകുന്നതാണ്. രാഗതമായി സുൽത്താനിത വരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ സുന്ദര സൗഹൃദ മന്ത്രമതൂതും കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു ബദറുസമാനവര് സുന്ദര സൗഹൃദ മന്ത്രമതൂതും കാന്തപുരം താരം ബന്ധുര നൂതന ചിന്തകളുള്ളൊരു ബദറുസമാനവര് കാലം കനിഞ്ഞൊരു താരകങ്ങൾ വന്നൊന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും. അതേ പുതുവർഷ പുലരിൽ കാസർകോട്ട് നിന്ന് ആരംഭിച്ച മഹാപ്രയാണമാണിപ്പോൾ പല ജില്ലകൾ താണ്ടി കൊല്ലത്തിന്റെ മണ്ണിൽ ഈ പീരങ്കി മൈതാനിയിൽ എത്തി നിൽക്കുന്നത്. അതെ, കേരള യാത്ര അങ്ങനെ ചരിത്രത്തിന്റെ മണ്ണിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുകയാണ്. ഒരിക്കൽ കൂടി എം ബിജുശങ്കറിനൊപ്പം ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.